കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് കർത്താവായ യേശു മിശിഹായുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. കർത്താവായ യേശു മിശിഹ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ അടയാളമാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. കർത്താവായ യേശു മിശിഹ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും പുത്രനായ ഈശോ നമ്മൾക്ക് അനുഗ്രഹങ്ങളും സ്നേഹവും സമാധാനം നൽകിക്കൊണ്ട് ഓരോ നോയമ്പിൽ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും പുത്രൻ പഠിപ്പിച്ച കാര്യമെല്ലാം പിതാവിൽ നിന്നും വന്നതാണെന്ന് അത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഓരോ നോയമ്പിൽ ഓരോ വിശ്വാസി ചെയ്യേണ്ട ഒരു ദൗത്യം കർത്താവായ യേശു മിശിഹായിലേക്ക് ചേർന്ന് ജീവിക്കാൻ അവനെ തന്നെ സഭയുടെ ഓരോ നിയമത്തെയും സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് സഭ ആവശ്യപ്പെടുന്ന പ്രകാരം വർഷത്തിൽ ഒരു കുമ്പസാരവും കുർബാനയും അതിൽ അധികമുണ്ടെങ്കിൽ അതും നല്ലതാണ്. കർത്താവായ യേശു മിശിഹായെ എത്രത്തോളം നിരന്തരമായി സ്വീകരിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ നമ്മുടെ മേൽ കടന്നു വരും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെ തിരുവചനങ്ങളാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഫരിസീയർ വന്നു അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഓരോ നോയമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിലെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു അടയാളമാണ്. ഓരോ പ്രഭാത നിമിഷം ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഇന്നൊരു ദിവസം കൂടി കർത്താവായ യേശു മിശിഹായുടെ കൂടെ ജീവിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയ കുറവിനെ അത് എന്നേക്കുമായി കൃപയാക്കി മാറ്റാനും പുതിയൊരു ദിവസം തരുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹ എൻ്റെ മേൽ വസിക്കുന്നു. അതുകൊണ്ട് ഇതൊരു അടയാളമാണ്. ഇന്നൊരു ദിവസം എൻ്റെ നാഥനും എൻ്റെ ഗുരുവായ യേശുവെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഈ തലമുറയ്ക്ക് അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, പ്രത്യേകമായി ഒരു അടയാളം നൽകണം എന്നതിനുള്ള ആവശ്യമില്ല എന്ന് കർത്താവായ യേശു മിശിഹായ്ക്ക് മനസ്സിലാകാൻ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നതിനെ ആദ്യത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം, കർത്താവായ യേശു മിശിഹ നമ്മളെ പഠിപ്പിച്ച ഓരോ ജീവൻ്റെ വചനം അത് രണ്ടാമത്തെ അടയാളമാണ്. നമ്മുടെ സുവിശേഷത്തിൽ ഓരോ അത്ഭുതങ്ങളും നമ്മൾ കാണുന്നത് എല്ലാം തന്നെ കർത്താവായ യേശു മിശിഹ സത്യവിശ്വാസികൾ ഈ ജനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ കർത്താവായ യേശു മിശിഹയിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ ധന്യമാക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ അടയാളം നൽകിയത്. മൂന്നാമത്തെ അടയാളം വീണ്ടും തീർന്നില്ല. കർത്താവായ യേശു മിശിഹ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച കാര്യത്തെ അത് അതേപടി ജീവിക്കാനും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കാനും ക്രിസ്തു വിശ്വാസം ലോകത്തിൽ പകർന്നു തരാൻ വേണ്ടി നമുക്ക് തന്നെ ഏറ്റവും വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത്തരം അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭിച്ചിട്ടും നമ്മൾ വീണ്ടും അടയാളങ്ങൾ ചോദിക്കുമ്പോൾ അത് വീണ്ടും കർത്താവായ യേശു മിശിഹായുടെ ശക്തിയെയും കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്ന തുല്യമാണ്. വിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യമുണ്ട്. ഓരോ കൂദാശയിൽ കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യമുണ്ട്. ഇത്രയെല്ലാമായിട്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് കർത്താവായ യേശു മിശിഹ എനിക്ക് നൽകിയ അടയാളം? പ്രിയമുള്ളവരെ, 13-ാം വാക്യത്തിൽ നമുക്ക് കാണുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. കർത്താവായ യേശു മിശിഹായ്ക്ക് ജനത്തിൻ്റെ ഇടയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടമാണ്. ജനങ്ങളെ സത്യവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവായ യേശു മിശിഹായ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമുള്ളൊരു കൂട്ടത്തിലുള്ളതാണ് കർത്താവ്. പക്ഷേ ഇവിടെ ഫരിസീയരുടെ തർക്കം മുഖേന കർത്താവായ യേശു മിശിഹ അവരെ വിട്ടു വീണ്ടും അവിടെ നിന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അനുദിന ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടും, അനുദിന ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ചിട്ടും, അനുദിന ജീവിതം കർത്താവ് എനിക്ക് എല്ലാം നൽകിയിട്ടും വീണ്ടും ഞാൻ കർത്താവിനോട് അനുഗ്രഹം താ തടസ്സം അല്ലെങ്കിൽ ഒരു അടയാളത്തിന് ആവശ്യപ്പെട്ടാൽ കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. പ്രിയമുള്ളവരെ,
നൊയമ്പിൽ കർത്താവിനെ ചേർത്ത് പിടിക്കണം. നൊയമ്പ് മുഖേന ഓരോ വ്യക്തിയും ദൈവനാമത്തെ സ്തുതിക്കണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ നൊയമ്പ് നമുക്ക് കർത്താവിനെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.